ഹലോ സ്റ്റുഡൻസ്, ഗുഡ്വിൽ നമ്മുടെ എക്സാമിനേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. നിങ്ങൾക്കറിയാം, ഗുഡ്വില്ലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ആയിക്കോട്ടെ, സൂപ്പർ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഈ മെത്തേഡിലൂടെയൊക്കെ ഗുഡ്വിൽ നമ്മൾ അടിപൊളിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു വെക്കും. പക്ഷേ ആ സമയത്തൊക്കെ ഒരു ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എക്സാമിനേഷന് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഹിഡൻ എന്ന് പറയുന്ന വാക്ക് എക്സാമിനേഷന്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണില്ല. ഗുഡ്വിൽ ഈസ് ഹിഡൻ എന്നോ അല്ലെങ്കിൽ ഗുഡ്വിൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണെന്നോ ഒന്നും ക്വസ്റ്റ്യൻ പറയില്ല. നമ്മോട് പറയാൻ പോകുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ആൻഡ് പാസ് ദ നെസസറി ജേണൽ എൻട്രീസ് എന്നായിരിക്കും. അതുകൊണ്ട് ഗുഡ്വിൽ ഈസ് ഹിഡൻ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അഡ്മിഷന് സമയത്തും ഗുഡ്വിൽ ഉണ്ടാവും, അതുപോലെ തന്നെ റിട്ടയർമെന്റ് സമയത്തും ഗുഡ്വിൽ ഉണ്ടായിരിക്കും. അഡ്മിഷൻ സമയത്താണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, റിട്ടയർമെന്റ് സമയത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് ഏറ്റവും വേഗം നമുക്ക് ഇപ്പം തന്നെ പഠിക്കാം. സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ. അഡ്മിഷൻ സമയത്താണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? എം ആൻഡ് എൻ ആർ പാർട്ട്നേഴ്സ്, രണ്ട് പാർട്ട്നേഴ്സ് ആണ്. ദേ അഡ്മിറ്റ്, അവരുടെ ക്യാപിറ്റൽ പറഞ്ഞു 2 ലക്ഷവും 1,90,000, 1,90,000. അതുപോലെ പി എന്ന് പറയുന്ന ആളെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പിക്ക് ഷെയർ കൊടുക്കുന്ന ഷെയർ എന്ന് പറയും 1/5 ഷെയർ ആണ് പിക്ക് നമ്മൾ അലൗ ചെയ്യുന്നത്. ദെൻ 1st ഓഗസ്റ്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പി ബ്രിങ്സ് ഇൻ 1,90,000 ആസ് ഹിസ് ക്യാപിറ്റൽ. 1,90,000 രൂപയാണ് ക്യാപിറ്റലായി കൊണ്ടുവരുന്നത്. പക്ഷേ അഡ്മിഷൻ സമയത്ത് കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷനും നമുക്ക് പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഹിഡൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ തീർച്ചയായും ഇവിടെ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ഈ 1,90,000 അകത്ത്, അതായത് പി കൊണ്ടുവരുന്ന 1,90,000 എന്ന് പറയുന്ന എമൗണ്ടിന്റെ അകത്ത് ആരും കൂടെ ഉണ്ട്, നമ്മുടെ ഗുഡ്വിൽ കൂടെ ഉണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അഡ്മിറ്റ് ചെയ്യുന്ന ആൾ പി ആണ്. പി's ഷെയർ ഈസ് ഈക്വൽ ടു 1/5 ആൻഡ് ഹിസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1,90,000. കണ്ടോ, ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ. പിയുടെ ഷെയർ 1/5 ആണ്, പിയുടെ ക്യാപിറ്റൽ 1,90,000 ആണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം, ഏതോ വലിയ ഒരു ക്യാപിറ്റലിന്റെ, പുതിയ ഫേമിന്റെ വലിയ ക്യാപിറ്റലിന്റെ 1/5 ഭാഗമായ 1,90,000 റുപ്പീസ് ആണ് ആര് കൊണ്ടുവരുന്നത്? പി കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം, അല്ലെ, ന്യൂ ഫേമിന്റെ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാം. അത് ഈസിയാണ്. 1,90,000 ഇൻറ്റു 5/1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ന്യൂ ക്യാപിറ്റൽ കിട്ടി. സോ ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 9,50,000. ഓക്കെ അല്ലേ? അപ്പൊ 9,50,000. അപ്പം പി വിചാരിച്ചു ഇത്രയും വലിയ എമൗണ്ടിന്റെ 1/5 ആണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണല്ലോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽസ് ഓഫ് എം എൻ പി, എമ്മിന്റെയും എന്നിന്റെയും പിയുടെയും ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ 2 lakh rupees പ്ലസ് 1,90,000 പ്ലസ് 1,90,000. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 5,80,000 മാത്രമാണ്. അപ്പൊ പിക്ക് കൺഫ്യൂഷൻ ആയി. കാരണം നമ്മുടെ ക്യാപിറ്റൽസ്, നമ്മുടെ 3 പാർട്ട്നേഴ്സ് അല്ലേ, നമ്മുടെ ക്യാപിറ്റൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് 5,80,000 ഉള്ളൂ. ബട്ട് ഐ ബ്രോട്ട്, അല്ലെ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 9,50,000 റുപ്പീസിന്റെ 1/5 ഷെയർ ആണ്. സോ ആ നമുക്ക് പറയാം ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു 9,50,000 മൈനസ് 5,80,000. ആ വ്യത്യസ്തത, അതായത് അധികം കാണുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് ഗുഡ്വിൽ. ദിസ് ഈസ് 3,70,000. 3,70,000 ആണ് ഫേമിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ആ മുഴുവൻ എമൗണ്ടും ആര് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മുടെ പി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഷെയർ ആണ്. സോ പീസ് ഷെയർ ഈസ് ഈക്വൽ ടു 3,70,000 ഇൻറ്റു 1/5 ആണ്. സോ പി ഷെയർ ഈസ് ഈക്വൽ ടു 3,70,000 1/5, ദാറ്റ് ഈസ് 74,000. ഇവിടെ വെച്ച് മക്കൾ പ്രോബ്ലം അവസാനിപ്പിക്കരുത്. കാരണം നമ്മോട് ചോദിക്കുക ജേണൽ എൻട്രി പാസ് ചെയ്യാൻ വേണ്ടിയാണ്. ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് അക്കൗണ്ട് ടു പീസ് ക്യാപിറ്റൽ 1,90,000 റുപ്പീസ് കൊണ്ടുവന്നു. 1,90,000 റുപ്പീസ് കൊണ്ടുവന്നു. ഈ ക്യാപിറ്റലിൽ നിന്ന് ഗുഡ്വില്ലിന്റെ എമൗണ്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? എമ്മിനും എന്നിനും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഗുഡ്വില്ലാണ്, സാക്രിഫൈസിന്റെ റേഷ്യോ ക്രെഡിറ്റ് ചെയ്യണം. ഈ കോസ്റ്റിന്റെ അകത്ത് 5:3 ആണ് ഓൾഡ് റേഷ്യോ. 1/5 അഡ്മിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് 5:3 തന്നെ ആയിരിക്കും നമ്മുടെ എന്തും വരുന്നത്, സാക്രിഫൈസിന്റെ റേഷ്യോ വരുന്നത്. അതുകൊണ്ട് 74,000 എടുക്കുന്നു. 5:3 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 46,250 വരുന്നു. 27,750 വരുന്നു. ഇങ്ങനെയാണ് അഡ്മിഷന്റെ സമയത്ത് മക്കളെ ഹിഡൻ ഗുഡ്വിൽ ചെയ്യേണ്ടത്. സോ ഹിഡൻ ഗുഡ്വിൽ എന്നുള്ള പറയുന്ന വാക്ക് ഒരിക്കലും ക്വസ്റ്റിനകത്ത് ഉപയോഗിക്കില്ല. അത് മാത്രം മക്കളെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് പഠിക്കണം. ഏറ്റവും എളുപ്പമാണ് റിട്ടയർമെന്റ്. കാരണം റിട്ടയർമെന്റ് സമയത്ത് ഹിഡൻ ഗുഡ്വില്ലിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആണ്, ചെറിയ മാർക്കിനാണ് വരുന്നത്. നോക്കിക്കേ, സുമൻ, അങ്കിത ആൻഡ് സരിത ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ്
3:2:1. അങ്കിത രണ്ടാമത്തെ പാർട്ണർ, അങ്കിത റിട്ടയർമെന്റിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണുന്നത് 3,60,000 rupees ആണ്. അതായത് എത്രയാണോ എമൗണ്ട് ഡ്യൂ ആയത്, ഡ്യൂ എമൗണ്ട് ആണ് അല്ലെ, റിട്ടയർമെന്റ് സമയത്ത് എത്ര എമൗണ്ട് ആണോ കൊടുക്കേണ്ടത് ആ എമൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണുന്നത് 3,60,000. പക്ഷേ ആഫ്റ്റർ എല്ലാം അഡ്ജസ്റ്റിന് ശേഷം പക്ഷേ സുമൻ ആൻഡ് സരിത ഡിസൈഡഡ് ടു എഗ്രി ടു പേ 3,80,000 rupees പേ ചെയ്യാൻ തീരുമാനിച്ചു. ദാറ്റ് മീൻസ് എക്സ്ട്രാ എമൗണ്ട് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതായത് 3,80,000 rupees നമ്മൾ പേ ചെയ്യുന്നു, പക്ഷെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3,60,000 മാത്രമേ ഉള്ളൂ. സോ എക്സസ് എമൗണ്ട് ആയ 20,000 rupees ആണ് ഗുഡ്വിൽ. വെരി സിമ്പിൾ. സെറ്റിൽമെന്റ് എമൗണ്ട് നോക്കുന്നു, ഡ്യൂ എമൗണ്ടിന്റെ ആ ഒരു വ്യത്യാസം നോക്കുന്നു, ആ വ്യത്യാസമാണ് എക്സ്ട്രാ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് പ്രോബ്ലം അവസാനിപ്പിക്കരുത്. തീർച്ചയായും നിങ്ങൾ എൻട്രി പാസ് ചെയ്യണം. കണ്ടിന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണർ അങ്കിതയാണ്, കണ്ടിന്യൂ ചെയ്യുന്നത് സുമനും സരിതയാണ്. സോ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. 20,000 rupees ആണ്. അത് കൊടുക്കേണ്ടത് ഗെയിനിങ് റേഷ്യോയിലാണ്. ഇവിടെ ന്യൂ റേഷ്യോ പ്രത്യേകം പറയാത്തതുകൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ, മീൻസ് ന്യൂ റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. 3:2:1 ആണ്. രണ്ടാമത്തെ ആള് പോകുന്നു. സോ 3:1 is the gaining ratio. കൊടുക്കാം. എമൗണ്ട് 20,000 rupees ആണ് അങ്കിതയ്ക്ക് ക്രെഡിറ്റ് ആവേണ്ടത്. അതിന് 20,000 rupees into 3:1 അല്ലെ 3/4 ആണ് വരുന്നത്. സോ 3/4 സമയത്ത് 15,000 വരും. 15,000ഉം 5,000ഉം ഡിസ്ട്രിബ്യൂഷൻ വരും. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഹിഡൻ ഗുഡ്വിൽ. പലപ്പോഴും കുട്ടികൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഇത് ഹിഡൻ ഗുഡ്വില്ലിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. ഹിഡൻ എന്ന് പറയുന്ന വാക്ക് സാർ റിപ്പീറ്റ് ചെയ്യാണ്. ഹിഡൻ എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ അത് കാണില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു ഗുഡ്വിൽ ഈസ് ഹിഡൻ. ഗുഡ്വിൽ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. അതിനെ ജേണൽ എൻട്രി പാസ് ചെയ്തുകൊണ്ട് എല്ലാ പ്രോബ്ലംസ് അവസാനിപ്പിക്കുന്നു. സോ എൻട്രി പാസ് ചെയ്യൽ മസ്റ്റ് ആണ്. അതിനാണ് മാർക്ക്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.